ഹായ് എല്ലാവർക്കും സാറാസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി കൽമാസ് ഉണ്ടാക്കി നോക്കിയാലോ. ചിക്കൻ കൽമാസ് ഉണ്ടാക്കി നോക്കാം. നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ സവാള 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മല്ലിച്ചപ്പ് കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട അരിപ്പൊടിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചിരകിയത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അധികം അരക്കണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മുറി സവാള അരിഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരിപ്പൊടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാവരുടെയും വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് നന്നായി കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി 1 എടുത്തിട്ടുള്ളൂ. വെള്ളം ഇറങ്ങിപ്പോകണ്ട, മസാല ഒരു വെള്ളം പോലെ ആയി പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഞാൻ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയവും കൂടി പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വാടി വന്നതിന് ശേഷം ഞാൻ